അവനെ ഇതെവിടെ കാണിക്കുന്നത്? മാനേജർ ക്യാബിനിലെ ആള് കാണിച്ചാൽ മതി. ശരിയായോ? അപ്പോൾ എല്ലാം ശരിയായി. എന്റെ പേര് ദിൽഷാദാണ്. ഓക്കെ. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാൻ എഡ്യൂക്കേഷൻ ലോൺ ഇൻസ്റ്റാൾമെന്റ് കാര്യമായിരുന്നു. ഓക്കെ, ഇപ്പം ലാസ്റ്റ് ഇയർ ആയല്ലേ? ഇവിടെ വന്നപ്പോ ബാങ്കിങ്ങിലേക്ക് കണ്ടപ്പോ എനിക്കൊരു ബാങ്കിങ്ങിലേക്ക് ഒരു ഇൻട്രസ്റ്റ്, പെട്ടെന്ന് ജോലി കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പം ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കിന് ഇനിയിപ്പം ഈ ലോണും തിരിച്ചടയ്ക്കണമല്ലോ അല്ലേ? അപ്പൊ ആ ഒരു ചിന്തയിലൊക്കെ ആയിരിക്കും. ശരിക്കും ബാങ്കിങ് സെക്ടറിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ദിൽഷാദ് എന്നല്ലേ പേര് പറഞ്ഞത്? അപ്പൊ ശരിക്കും നല്ലൊരു തീരുമാനമാണ്. ശരിക്കും ബാങ്കിങ് സെക്ടറിൽ നമുക്ക് ബെറ്റർ സാലറിയും ഒരുപാട് അലവൻസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ പലർക്കും അറിയില്ല. നമുക്ക് അത് മാത്രമല്ല, ഇപ്പം കേരള ഗ്രാമീൺ ബാങ്കിൽ കയറണമെന്നാണ് ആഗ്രഹം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ RRB PO ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഈ ജൂൺ 1st വീക്കിൽ വരും. പക്ഷെ എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ശരിക്കും ഇത് കഴിഞ്ഞിട്ടല്ലേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ശരിക്കും ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തോ. ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് ബാങ്കിൽ ജോലിക്ക് കയറാൻ പറ്റും. ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, ഇപ്പൊ RRBക്ക് മാത്രം പഠിച്ചാൽ ആ ഒരു എക്സാം മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ല, നമുക്ക് എല്ലാ ബാങ്ക് എക്സാംസിന്റെ സിലബസ് സെയിം ആണ്. നമുക്ക് ഇതിന് ശേഷം IBPS PO, IBPS ക്ലർക്ക്, അതേപോലെ തന്നെ SBI PO, SBI ക്ലർക്ക്, RBI അസിസ്റ്റന്റ്, ഇതേപോലെ ബാങ്ക് എക്സാംസ് മാത്രമല്ല ഇൻഷുറൻസ് എക്സാമിന്റെയും സിലബസ് സെയിം ആണ്. അതുപോലെ ഏറ്റവും ബെറ്റർ സാലറിയും ഒരുപാട് അലവൻസസ്, അതായത് 100% മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, പെട്രോൾ അലവൻസ്, സ്പെക്ടക്കിൾ അലവൻസ്, ഇങ്ങനെ കുറേ അലവൻസസ്. ഇതൊക്കെ ഞാൻ വിരലിലെണ്ണാവുന്നത് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും ഈ ലോണൊക്കെ അടച്ചു തീർത്ത് നല്ല അടിപൊളിയായിട്ട് നിനക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ദിൽഷാദ് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും അവിടെ ക്യാബിനിലിരിക്കുന്ന അനുശ്രീ മാമിനെ, രേവതി മാമിനെയും കണ്ടില്ലേ? അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ RRB PO ക്ലർക്കിൽ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. അവർ തന്നെ പഠിച്ചിറങ്ങി പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങി 6 മാസം കൊണ്ട് ജോലി കിട്ടിയ ആൾക്കാരാണ്. സോ വൃത്തിയായിട്ട് പഠിച്ചാൽ ഈ 6 മാസം കൊണ്ട് തന്നെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.